ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ EA സ്പോർട്സിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇവന്റ് ആയിട്ടുള്ള ടോട്ടി ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് ഒന്നുകൂടി വരാൻ പോവാണ്. ഡേറ്റ് ഒക്കെ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. സോ ഗൈസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന അപ്കമിങ് ഇവന്റ് ആയിട്ടുള്ള ടോട്ടിനെ പറ്റിയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, ടീം ഓഫ് ദി ഇയറിന്റെ ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നമുക്ക് പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് തന്നെ ടീം ഓഫ് ദി ഇയറിന്റെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വോട്ടിംഗ് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. ഗൈസ്, നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ സീസണിലെ ടീം ഓഫ് ദി ഇയർ ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെവലിൽ കാണണമെന്ന് ആഗ്രഹമുള്ള പ്ലേയേഴ്സിനൊക്കെ പോയിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോയിട്ട് വോട്ട് ചെയ്യുന്നതാണ്. ഗൈസ്, ഡിസേർവ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് തന്നെ വോട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ഞാനെന്തായാലും വോട്ട് ചെയ്യാനുള്ള സൈറ്റിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറെ ഗോൾ കീപ്പേഴ്സ് നോമിനീസിൽ കാണുന്നുണ്ട്. ഞാനെന്തായാലും മാർട്ടിനസിനാണ് ഗൈസ് കൊടുക്കാൻ പോകുന്നത്. ആളെന്നാണ് ഈ സീസണിൽ കിടലായിട്ട് പെർഫോമൻസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കുള്ള പ്ലേയേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നോമിനീസിൽ കറവഹാൾ, ഫ്രിംപോങ്, കുണ്ടെ, അർണോൾഡിന്റെ കാർഡൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിൽ കറവഹാളിനെയാണ് ഗൈസ് ചൂസ് ചെയ്യാൻ പോകുന്നത്. കറവഹാളിന് കൊടുക്കാം നമുക്ക് വോട്ട്, കാരണം കിടിലം സീസൺ ആയിരുന്നു ആളുടെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെൻട്രൽ ബാക്സ് വന്നിട്ടുണ്ട്. ബസ്റ്റോണി, റൂഡിഗർ, ബ്രമർ, താഹ്, പിന്നെ അക്കാഞ്ചി അഡാർ ഫ്ലോപ്പാണ് ഗൈസ്. സിറ്റിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ സ്കോൾട്ടർ ബാക്ക് റൂബൻ ഡിയാസ്, വാൻ ടേക്ക്, പിന്നെ സലിബ. ഗൈസ്, എന്തായാലും ഇതിൽ 2 പ്ലേയേഴ്സിന് മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വെർജിൽ വാൻ ഡിക്കിനും കൊടുക്കുന്നുണ്ട്, പിന്നെ സ്കോൾട്ടർ ബാക്കിനും കൊടുക്കുന്നുണ്ട്. സ്കോൾട്ടർ ബാക്കിന്റെ സീസൺ ഒന്നും അത്ര നല്ലതല്ലായിരുന്നു. എന്നാലും എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആയത് കൊണ്ട് മാത്രമാണ് ഗൈസ് കൊടുത്തത് വോട്ട്. ഗൈസ്, നെക്സ്റ്റ് നമുക്ക് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്കുള്ള പ്ലേയേഴ്സിനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഡിമാർക്കോ, ഗ്രിമാൾഡോ, ഗ്വാഡിയോൾ, ഹെർണാണ്ടസ്. ഈ 4 കാർഡ്സാണ് ഇതിലുള്ളത്. ഒരു പ്ലെയറിന് മാത്രം നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ. എന്തായാലും ഗൈസ് ഹെർണാണ്ടസിനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മിഡ്ഫീൽഡേഴ്സിനുള്ള വോട്ടാണ്. 3 മിഡ്ഫീൽഡേഴ്സിന് മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റൈസിന്റെ കാർഡ് കാണുന്നുണ്ട്, പിന്നെ ഫാബിയ റൂയിസ്, വാൽവേർഡെ, പിന്നെ ആരാളുള്ള വേർഡ്സ് ഉണ്ട്, ഷാക്ക, പിന്നെ ചലഹനഗല്ലു, പിന്നെ മുസിയാല, ബെല്ലിംഗ്ഹാം, ഒഡേഗാർഡ്, ബരേല, പെഡ്രി, ഫോഡൻ, റോഡ്രി. ഗൈസ്, ഐ തിങ്ക് റോഡ്രിക്ക് തന്നെ തുടങ്ങാം സ്റ്റാർട്ടിങ്ങിൽ വോട്ട്. ഗൈസ്, 2 പ്ലേയേഴ്സിന് വോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ പ്ലാൻ ബെല്ലിംഗത്തിനും കൊടുക്കാം, പിന്നെ ഒരു വോട്ട് പാൽമറിനും കൊടുക്കാം. പിന്നെ ഗൈസ്, ഇതിൽ ബരേലൻ്റെ കാർഡിനൊക്കെ വോട്ട് ചെയ്യണമെന്നുണ്ട്. എന്തായാലും നമുക്ക് പറ്റില്ല. ഈ 3 പ്ലേയേഴ്സിന് കൊടുക്കാം. ഗൈസ്, നെക്സ്റ്റ് നമുക്ക് അറ്റാക്കേഴ്സ് ആയിരിക്കും തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വോട്ട് ഫോർ 3 ബെസ്റ്റ് അറ്റാക്കേഴ്സ് ഓഫ് 2024. ഓക്കെ, ഇനി നോമിനീസ് നോക്കാം. ലുക്മാൻ, സാക്ക, ഹാലൻഡ്, കെയ്ൻ, കവാരസ്കേലിയ, എംബാപ്പെ, യമാൽ, മാർട്ടിനസ്, സാല, വില്യംസ്, റാഫേലിയാവോ, റോഡ്രിഗോ, റഫീനിയ, വിക്ടർ ഗ്യോക്രസ്, വിനി. ഇത്രയും പ്ലേയേഴ്സാണ് ഗൈസ് നോമിനീസ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, വിനീഷ്യസിന് ഫസ്റ്റ് വോട്ട് കൊടുക്കാം. പിന്നെ ആർക്കാ കൊടുക്കുക? പെർഫോമൻസ് വൈസ് എന്തായാലും കൊടുക്കാം. വില്യംസ് സലക്ക് കൊടുത്താലോ ഗൈസ്. സലേൻ്റെ സീസൺ നൈസ് ആയിരുന്നു. എന്തായാലും സലക്ക് ഒരു വോട്ട് കൊടുത്തിട്ടുണ്ട്. കിലിയൻ എംബാപ്പെ ഇല്ലാണ്ട് എന്ത് ടോട്ടി ഇവന്റ്. യമാലിൻ്റെ കാർഡൊക്കെ കാണുന്നുണ്ട്. യമാലിൻ്റെ സീസൺ നൈസായിരുന്നു. യമാലിന് കൊടുക്കുന്നതിന് മുമ്പേ ലുക്മാന്റെ സീസൺ നൈസായിരുന്നു. പക്ഷേ ലുക്മാനും അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. എന്തായാലും യമാലിന് കൊടുക്കണോ ലുക്മാന് കൊടുക്കണോ എന്നുള്ള ഡൗട്ടിലാണ് ഗൈസ്. ലുക്മാന് കൊടുക്കാം, കാരണം യമാലിന് ഓൾറെഡി കുറെ വോട്ട്സ് കിട്ടിയിട്ടുണ്ടാവും. നമുക്കെന്തായാലും ലുക്മാൻ തന്നെ വോട്ട് കൺഫേം ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനിയാണ് 12th മാൻ വോട്ടിംഗ്. ഗൈസ്, 12th മാനായിട്ട് കുറെ പ്ലേയേഴ്സിന്റെ നെയിംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. എന്തായാലും ഗൈസ്, കഴിഞ്ഞ ടോട്ടി ഇവന്റിലൊക്കെ റൊണാൾഡോന്റെ മെസ്സിന്റെ കാർഡൊക്കെ ആയിരുന്നു 12th മാനായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇപ്രാവശ്യം അതില്ല തോന്നുന്നു. പക്ഷേ എന്തായാലും ഇപ്പം നമുക്ക് ഇതിലൊരു പ്ലെയറിനെ സെലക്ട് ചെയ്യണം. ആര് ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ നോക്കുന്നത്. മുസിയാല, ബെല്ലിംഗ്ഹാം. വേണ്ട, ബെല്ലിംഗത്തിന് നമ്മൾ കൊടുത്തതാണ്. ലുക്മാൻ ഒന്നുകൂടി കൊടുത്താലോ വയസ്സ്. ലുക്മാൻ്റെ 12th മാൻ കാർഡെങ്കിലും വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഗൈസ്, ഫൈനലി ഞാൻ എന്തായാലും വിക്ടർ ഗ്യോക്രസിന് വോട്ട് കൊടുത്തിട്ടുണ്ട്. കൺഫേം ചെയ്യാൻ പോവാണ്, സബ്മിറ്റ് കൊടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ടീം ഓഫ് ദി ഇയർ 24ലെ വോട്ടിംഗ് സെക്ഷൻ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഗൈസ്, എന്തായാലും എല്ലാവരും ഇപ്പം തന്നെ ഈ വീഡിയോക്ക് ശേഷം പോയിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ്, നമ്മുടെ FC മൊബൈലിലേക്ക് എന്നാണ് നമ്മുടെ ടോട്ടി ഇവന്റ് വരാൻ പോകുന്നത് എന്നായിരിക്കും എല്ലാവരുടെയും ഡൗട്ട്. അതെന്തായാലും കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന ജനുവരി തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ടോട്ടി ഇവന്റ് വരുന്നതാണ് അവർ പറയുന്നത്. ഒരു ജനുവരി 2nd വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇവന്റ് പ്രതീക്ഷിക്കാം. ഗൈസ്, എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കും റൊണാൾഡോ, മെസ്സി ടോട്ടി ഇവന്റിൽ ഉണ്ടോ എന്നുള്ളത്. നോ ഗൈസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റൊണാൾഡോ, മെസ്സി ഇല്ലാണ്ട് അവർ ടോട്ടി ഇവന്റ് ഇറക്കുന്നുള്ളത്? എന്തായാലും റൊണാൾഡോന്റെ മെസ്സിന്റെ കാർഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓണറബിൾ മെൻഷൻസിലായിരിക്കും ഗൈസ് റൊണാൾഡോന്റെ മെസ്സിന്റെ കാർഡ് വരാനുള്ള ചാൻസസ്. ഗൈസ്, ടോട്ടി ഇവന്റിലേക്ക് വരാൻ പോകുന്ന കുറച്ച് കാർഡ്സിന്റെ കോൺസെപ്റ്റ്സ് മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ വന്ന ടോട്ടി ഇവന്റിന്റെ കാർഡ്സിന്റെ ഒരു കോൺസെപ്റ്റ്. എന്തായാലും നല്ലൊരു ഇവന്റ് തന്നെ ആവട്ടെ, എല്ലാവർക്കും നല്ല കാർഡ്സ് ഒക്കെ കിട്ടട്ടെ. പിന്നെ ഗൈസ്, എല്ലാവരും മെഷറാനോ, കോയിൻസ്, ജെംസ് ഇത് 3ഉം സേവ് ചെയ്ത് വെക്കാൻ നോക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെന്റ് എല്ലാം ചെയ്യുക. FC മൊബൈലിലെ കിടിലൻ വീഡിയോസ് ഇനിയും വരുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്, ബൈ.